ദേ വരണേ, മാസം 8 എൻ്റെ അവസ്ഥ ഇപ്പം അച്ഛന് പോലും അറിയില്ല. അതിപ്പോൾ അച്ഛൻ എന്നായിരുന്നാലും അത് നമുക്ക് പറഞ്ഞാൽ പോരെ. നിനക്കിതൊക്കെ പറയാം, ഒരു പെണ്ണിൻ്റെ അവസ്ഥ പെണ്ണിനെ അറിയൂ. നീ ഇതെന്തൊക്കെയാണ് സംസാരിക്കുന്നത്? ഇതൊന്നും അധികം മറച്ചു വെക്കാൻ പറ്റില്ല. അതൊക്കെ പറ, ആരെയും കേട്ടാ വിചാരിക്കും നീ ഗർഭിണിയാണെന്ന്. ഓ, ഇതിൻ്റെയൊക്കെ ഒരു കുറവും കൂടെ ഉള്ളൂ. ഡാഡി വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എൻ്റെ ഡാഡി നിനക്ക് അറിയാമല്ലോ, അമേരിക്കയിലാണെങ്കിൽ ഡാഡിയുടെ മനസ്സ് മുഴുവൻ എൻ്റെ കല്യാണമാണ്. നാശം. ദേവനാണ് രാവിലെ ഇങ്ങനെ പ്രാവണത്. അവന്റെ തലയിൽ ഇടുത്തി വീഴും. ദൈവമേ, ഇതിനകത്തും മനസമാനം കിട്ടൂലെന്ന് വെച്ചാ. ആഹാ, ഗോപിച്ചേട്ടൻ ഇവിടെയാണോ? സുഖമണിയല്ലേ? ആ മത്തുവാ, ഞാൻ നിങ്ങളെ പോലെയൊന്നും അല്ല. വർഷത്തിലെ 8 മാസവും ഞാൻ ഇതിനകത്താണ്. ജയിലേ എനിക്ക് കുടുംബം പോലെയുണ്ട്. ചേട്ടന് ഇവിടെ പരിപാടിയൊക്കെ നിർത്തിക്കൂടെ? എങ്ങനെ? എൻ്റെ മോളെ വക്കീല, അവക്ക് കേസ് വാദിക്കാനേ പുറത്തൊന്നും പോകണ്ട. എൻ്റെ കേസ് മാത്രം വാദിച്ചാൽ മതി. ഏത്? അല്ല, എന്ന് ഇറങ്ങുന്നേ? അടുത്ത ആഴ്ച ഇറങ്ങിയിട്ട് ഒരു സുപ്രധാനമായ തീരുമാനം എടുക്കാനുണ്ട്. ഗാഥ, നിന്റെ ഡാഡിയുടെ അത്രയും വലിയ ബിസിനസ് അല്ലെങ്കിലും എൻ്റെ പപ്പയ്ക്ക് ഒരു ബിസിനസ് ഉണ്ട്. വരൻ്റെ അച്ഛൻ ഡൽഹിയിലാണെന്നല്ലേ പറഞ്ഞേ? എന്നാ വരുന്നത്? ഡൽഹിയിലാ? ഡൽഹിയിൽ. കഥയ്ക്കൊരു കാര്യം അറിയോ? എൻ്റെ അച്ഛൻ കാശ് വാരി കൂട്ടുമ്പോഴും മനസ്സ് നിറയെ ഞാനാണ്. എൻ്റെ അച്ഛനെ ഒന്ന് വിളിക്കട്ടെ. 1 കോടി രൂപ, 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 1 കോടി രൂപ. നാളെയാണ് നറുക്കെടുപ്പ്, നാളെയാണ് നറുക്കെടുപ്പ്, നാളെയാണ് നറുക്കെടുപ്പ്. 1 കോടി രൂപ, 1 കോടി രൂപ, 1 കോടി രൂപ, 1 കോടി രൂപ. നാളെയാണ്, നാളെയാണ്, നാളെയാണ്. 1 കോടി രൂപ, 1 കോടി രൂപ. അടിക്കണ നീ നാട്ടുകാരുടെ നിന്ന് ഡെയിലി അടി വാങ്ങിക്കുന്നവനല്ലേ? നീ ഒന്ന് എടുക്ക്. അടിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ അടിച്ചോളാം. 1 കോടി രൂപ, 1 കോടി രൂപ, 1 കോടി രൂപ, 1 കോടി രൂപ, 1 കോടി രൂപ. നാളെയാണ്, നാളെയാണ്. കൈനീട്ടം പോലും വിറ്റില്ലല്ലോ. ആ മോനെ, മോനെ എന്തായടാ? അച്ഛാ, കാര്യമാകെ പ്രശ്നത്തിലാ. അവളടുത്ത് ഇപ്പോൾ ഉണ്ടോ? ഓ അച്ഛാ, പപ്പാന്ന് വിളിക്കടാ. പപ്പ കപ്പയ്ക്ക ലോട്ടറി രാജ ഇവിടെ കോടിക്കണക്കിന് ആസ്തിയുടെ ബിസിനസ്സാണെന്നാണ് ഞാൻ അവിടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ആകുമല്ലോ. കോടീശ്വരിയായ ഗാഥയെ നീ കല്യാണം കഴിക്കുമ്പോൾ നിൻ്റെ അച്ഛൻ കോടീശ്വരനാകുമല്ലോ. അത് സ്വാഭാവികം. 2 മാസത്തിനകത്ത് അമേരിക്കയിൽ നിന്ന് അവളെ പപ്പ എങ്ങോട്ടെത്തും? നിങ്ങൾ വന്ന് അളിഞ്ഞ പരിപാടി ഇവിടെ കാണിക്കരുത്. നീ എൻ്റെ മോനായിട്ടിരുന്നാൽ മതി. നീ എൻ്റെ അച്ഛനാവാൻ ശ്രമിക്കല്ലേ. നീ വെച്ചിട്ട് എനിക്ക് വേറെ പണിയുണ്ട്. 1 കോടി രൂപ, 1 കോടി രൂപ, 1 കോടി രൂപ, 1 കോടി രൂപ. നാളെയാണ്, നാളെയാണ്. എന്തേ വരും? അച്ഛൻ അല്ലല്ല, പപ്പ ഭയങ്കര ബിസി ആയിരുന്നു. എന്തായാലും ഡാഡി ഇവിടെ എത്തുമ്പോൾ പപ്പയുടെ ഉണ്ടാവും. ഓക്കെ, അത് മതി. ഹാപ്പി ആയില്ലേ? അതെ. സുമേ, നീ പത്രം വായിച്ചോണ്ടിരുന്നാൽ എങ്ങനാ? നിനക്ക് തലവേദനയല്ലേ? സോമേട്ടൻ്റെ ഒരു കാര്യം. ഓക്ക് തലവേദനയുണ്ടേ, 2 കവർ ബൂസ്റ്റിട്ടായി കളിക്കതാ. തലവേദനയ്ക്ക് ബൂസ്റ്റാ? സോമേട്ടൻ എന്നെ ഇങ്ങനെ സ്നേഹിച്ചു കൊല്ലല്ലേ? സുമേ, ദൈവം വലിയവനാടി. ഇല്ലെങ്കിലേ കല്യാണം കഴിഞ്ഞേ സ്നേഹിക്കാൻ അറിയാത്ത ഒരുത്തിയുടെ അടുത്തുനിന്ന് ഞാൻ നിന്റെ അടുത്ത് എത്തുമായിരുന്നു. ഓ, തന്നെ തന്നെ. അന്ന് ദിവസം മതിലാടിയനെ ആളുകൾ പിടിച്ച് കെട്ടിച്ചത് മറന്നുപോയ അണ്ണാ? അയ്യോ എൻ്റെ പൊന്നെ, അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ. എന്നാലും ഞാൻ ഭാഗ്യവാനാ. പിന്നെ ഞാൻ ലീവാക്കണ്ട. പോയെ ഒന്നും എനിക്ക് വയ്യ. എന്നാലേ ഞാൻ പോയിട്ടെ പെട്ടെന്ന് വരാം. പോയെ പോ നോക്കി അങ്ങോട്ട്. വെറുതെ ഇവിടെ നിന്നിട്ട് വേറെ കാര്യമൊന്നും. ഓ, ചെറുക്കിന് നാണമില്ല.
ഞാനീ പാടുപെട്ട് ആഹാരം ഉണ്ടാക്കുന്നതേ കഴിക്കാനാ, കളയാനല്ല. എടാ മോനെ ആരും കഴിച്ചിട്ട് പോടാ. ഓ കൊച്ചു പിള്ള, വാരി കൊടുക്ക്. അച്ഛനെ പകുതി കാശെടുത്തേ. ബെസ്റ്റ് മോൻ. ദേ നിങ്ങൾ പോകാൻ നോക്കി ഇങ്ങോട്ട്. എന്താണ് രാവിലെ ചേട്ടനും ചേച്ചിയും കൂടെ? നിന്റെ ചേട്ടനാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ചുമ്മാ ഈ കഥ പറച്ചിൽ മാത്രമേ ഉള്ളന്നേ. മണി, നീ ഇത് കൂടി. ഭാര്യയെ പരിപോഷിപ്പിക്കാൻ ഭർത്താവ് വിട്ടതായിരിക്കും. ആരിട്ടാൽ എന്താ, കുടിക്കുന്നോത്ത നീ അല്ലേ? അടിപൊളി. ആ എനിക്ക് കുറച്ച് നേരത്തെ പോകണം, കടയിൽ കുറച്ച് സാധനം ഇറക്കാറുണ്ട്. ഓ അതിനൊക്കെ അവിടെ ആളുണ്ടല്ലോ. മണി കഴിഞ്ഞു പോയാ പോരെ? എന്നാലും നിർബന്ധിക്കും. ഈ മുറ്റത്ത് വെച്ച് തന്നെ നിർബന്ധിക്കണം. സാറേ അതാണ് സാറേ ഞാൻ പറഞ്ഞ വീട്, നമുക്ക് അങ്ങോട്ട് പോവാം. സാറേ കയറി വരണം, സാറേ കയറി വരണം. മാഡം കയറി. നല്ല വീടല്ലേ ചെയ്ത്? ഇത്രയും വലിയ വീടൊക്കെ വേണോ? എടി നീ അമേരിക്ക എന്നൊക്കെ അല്ലേ പറഞ്ഞു വെച്ചേക്കണത്? ഇത്രയും വലിയ വീട് വേണം. ശരിയാ വേണം. സാറേ നമുക്ക് അകത്തേക്ക് കാണാം സാറേ. ബ്രോക്കറേ നിങ്ങൾ പറഞ്ഞ അത്രയൊന്നും പോരാ. എന്തോന്നാ ചെയ്ത്? വാടകയുടെ കാര്യത്തിലൊരു നീക്കൊക്കെ വേണം. കാശ് എനിക്കൊരു പ്രശ്നമല്ല സാറേ. ഈ വീട് വാടകയ്ക്ക് കൊടുക്കണമെന്ന് അവർക്ക് യാതൊരു നിർബന്ധമില്ല. പിന്നെ സാറിനെ പോലെ നല്ലൊരു പാർട്ടി ആയതുകൊണ്ടാണ് അവരിതിന് സമ്മതിച്ചത്. സാറേ ഈ വീട്ടിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്, A to Z സാധനങ്ങൾ വരെ ഉണ്ട്. സാറേ നോക്കിയാൽ ഈ കാറ് വരെ ഉണ്ട് ഇവിടെ. സാറിന് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇതധികം താമസിക്കാനൊന്നുമല്ല, നമ്മുടെ കല്യാണം അങ്ങോട്ട് കഴിഞ്ഞാലേ. കല്യാണമല്ല അച്ഛൻ്റെ ഒരു ബിസിനസ് ആവശ്യമായിട്ട് വന്നിരിക്കുന്നതാണ്. അച്ഛാ അച്ഛാ ഇതേ വരും പറഞ്ഞ സമയമായി. ഞാനിവിടെ നിന്ന് മിസ്റ്റർ ബ്രോക്കർ. എന്താ സാറേ? വീട് ഇത് മതി. ഓ പിന്നെ ഇവിടെ സാധനം വല്ലതും കിട്ടുമോ? സാധനമൊക്കെ കിട്ടും. എന്നാ സാറ് കഴിക്കുന്ന സാധനം? അതെ, നാട്ടിൽ വരുമ്പോൾ നാട്ടിലെ സാധനം, അതാണ് എൻ്റെ രീതി. ഞാൻ ഒപ്പിക്കാം സാറേ, ഞാൻ ഒപ്പിക്കാം. സാർ ആദ്യം വീട് കയറിക്കാണ്, ഞാൻ പോയിട്ട് വരാൻ അല്പസമയം താമസിക്കും. പതുക്കെ വന്നാൽ മതി. കാശ് കാശൊക്കെ ഞാൻ ഒപ്പിച്ചോളാം സാർ, ഞാൻ ഒപ്പിച്ചോളാം. എന്നാ സാറേ ഞാൻ പോയിട്ട് ഇപ്പോൾ വരാം. കാശ് നീ വാങ്ങിച്ചത് തന്നെ. ഇതാണ് നമ്മുടെ വീട്. ഹലോ മിസ്റ്റർ സെബാസ്റ്റ്യൻ ഫെർണാണ്ടസ്, 4 കോടി അതിൽ കുറഞ്ഞുള്ള ഒരു ബിസിനസ്സും എനിക്ക് പറ്റൂല. വെച്ചിട്ട് പോടെ. ഇപ്പം ശരിയാക്കി. ഹലോ സുധാകരൻ, ഞാൻ ഇന്നലെ നിനക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സ് തന്നില്ലേ? ഒരുപക്ഷെ നീ നാളെ കോടീശ്വരനായേക്കാം. ഇതുപോലെ ഞാൻ പലർക്കും ഡോക്യുമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പൈസ എനിക്കൊരു വിഷയമേ അല്ല. സംസാരിക്കാനൊന്നുമില്ല, സംസാരമൊക്കെ ആദ്യം കഴിഞ്ഞതാ. LLB പാസ്സായതുകൊണ്ട് കാര്യമില്ല. എൻ്റെ കുടുംബത്തിന് പറ്റിയ
ആഭിജാത്യവും അഭിമാനവും ഒക്കെ ഉള്ളവരായിരിക്കണം എൻ്റെ മരുമൻ. നമ്മുടെ തറവാട് ഒട്ടും മോശമൊന്നുമല്ല, അല്ലടാ മോനെ? എന്തായാലും ഇവർ തമ്മിൽ ഇഷ്ടത്തിലായി. ഈ കല്യാണം നടത്തുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ എൻ്റെ മകളുടെ ഭർത്താവ് സമൂഹത്തിലൊരു പ്രശസ്തനായിരുന്നു. ഡാഡി അതിനിപ്പോൾ എന്ത് വേണം? മോളെ, നീ ഇവനും LLB പാസ്സായിട്ട് കാര്യമില്ല. നിങ്ങൾക്കൊക്കെ കേസ് വേണ്ടേ? ഡാഡി അതിനിപ്പോ കേസ് വരണ്ടേ? കേസ് വരില്ല, കേസ് നമ്മൾ ഉണ്ടാക്കണം. അല്ല ഡാഡി എന്താ ഉദ്ദേശിച്ചത്? നിനക്ക് കേസില്ല, അതല്ലേ പ്രശ്നം. കേസൊക്കെ ഉണ്ടാക്കാം, നമുക്കതിനൊരു ഐഡിയ ഉണ്ട്. അങ്ങനെയൊന്നും എനിക്കിവിടെ ഒരു ആവശ്യം വന്ന ആരുമില്ലല്ലോ. അങ്ങനെ പറയല്ലേ സുമേ, ഞാൻ മറന്നു പോയതല്ലേ. മറക്കും അതിന്റെ കാര്യം ഓർമ്മിച്ചിരുന്നല്ലേ? അവളെ പറഞ്ഞിരുന്നെങ്കിൽ എപ്പോഴും വാങ്ങി കൊടുത്തേനായിരുന്നു. ഞാനിത് കേൾക്കണം. കെട്ടിയോളെയും കളഞ്ഞ് നിന്റെ കൂടെ വന്നതല്ലേ. ആ പോട്ടെ, നീ ക്ഷമിക്കും. ഞാൻ പോയി നിന്റെ ചുരിദാർ ഇപ്പൊ തന്നെ വാങ്ങിച്ചോണ്ട് വരാം. വാങ്ങും. ഞായറാഴ്ച ആ കട അവധിയാണെന്ന് അറിഞ്ഞൂടെ? ഇനി ഞാൻ റീയൂണിയൻ എങ്ങനെ പോവും? എന്താ സുഖേട്ടാ? ഒന്നുമില്ല, അവള് സെലക്ട് ചെയ്ത് വെച്ച ചുരിദാർ ഞാൻ വാങ്ങാൻ പറ്റും. ഓ അത്രേ ഉള്ളൂ. ഞാൻ ചേട്ടനൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. എന്താ കാര്യം? ഞാനീ പറയുന്നത് എൻ്റെ അഭിപ്രായമല്ല. ഒരേ നീ കാര്യം പറ. ചേട്ടൻ ഈ നാട്ടുകാരെ കാര്യം അറിയാല്ല, ഇല്ലാത്തതുണ്ടെന്ന് പറഞ്ഞുണ്ടാക്കും. ഇപ്പോൾ തന്നെ ചേട്ടൻ്റെ അനിയൻ കല്യാണം കഴിക്കുക അവിടെ നിൽക്കുക. അതിനെപ്പറ്റി നാട്ടിൽ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കാമെന്നറിയാം. എന്താ അവര് പറയുന്നത്? ഞാനിപ്പോൾ എന്താ പറയാനായിട്ട്, ഇപ്പോൾ തന്നെ പാവപ്പെട്ട ചേട്ടത്തെക്കുറിച്ചും മണിക്കുട്ടൻ ചേട്ടനുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർ ഞാനായിട്ട് ഇതിനൊന്നും പറയുന്നില്ല. ചേട്ടാ എനിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല. ഞാൻ പോകട്ടെ. ഒരേ കാര്യം പറയണേ. അല്ല ഇതേതാ ചുരിദാർ? ചേട്ടത്തി അനിയനും കൂടി ഒരുങ്ങി എങ്ങോട്ടാ? ഒരു റീയൂണിയൻ ഉണ്ട്. സുമ നീ വന്നേ. ഇതല്ല നീ വാങ്ങണമെന്ന് പറഞ്ഞില്ലേ ചുരിദാർ? അതെ. നിങ്ങൾക്കല്ലേ എന്നോട് സ്നേഹമില്ലാതുള്ളൂ. നിങ്ങളുടെ അനിയനെ എന്നോട് സ്നേഹമാ. ഞാൻ എന്നോ അവൻ്റെ അടുത്ത് പറഞ്ഞതാ. അവൻ ഓർത്ത് വെച്ച് എനിക്ക് വാങ്ങി തന്നു. ഓ മനസ്സിലായി. എന്തോന്ന് മനസ്സിലായെന്ന്? അവനെ എന്നെ അമ്മയെ പോലെയാ കാണുന്നത്. ഞാൻ പോന്നു. സോമ, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം മണികണ്ഠനാണല്ലേ? മണികണ്ഠൻ്റെ ഒരു സമയം. അതെ, ആൾക്കാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കരുത്. ഒന്നും കാണൂലായിരിക്കും അല്ലേ? എടാ, ഈ വീട്ടിൽ നടക്കുന്നത് നീ മാത്രമേ അറിയാതുള്ളൂ. ഈ ലോകം മൊത്തം പാട്ടാണ്. ഈ സുമലതയെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഇനി എന്ത് ചെയ്യണം ചേട്ടാ? എടാ വിട്ട് കളയടാ. ഡൈവോഴ്സ് ഞാൻ വാങ്ങിച്ചു തരാം. നല്ല വക്കീലന്മാരെ എൻ്റെ കസ്റ്റഡിയിലുണ്ട്. അതെ, ഉറപ്പിക്കാമോ? എന്നാലും എടാ ഉറപ്പില്ലടാ. ഡൈവോഴ്സ് എങ്കിൽ ഡൈവോഴ്സ്. ഈ ഡാഡി ഹാപ്പിയാ. നിന്റെ ആദ്യത്തെ കേസ് കണ്ട് നീ ജയിപ്പിച്ചല്ല. ആ സോമനുമായിട്ടുള്ള ഡൈവോഴ്സ് മാറ്റി കൊടുത്തണ്ട. നിങ്ങളെ രണ്ടുപേരുടെ കല്യാണം നടത്താൻ എനിക്ക് പരിപൂർണ സമ്മതം. എനിക്കും പൂർണ്ണ സമ്മതം. വക്കീലേ, കല്യാണത്തിന് എന്നെയും കൂടി വിളിക്കണേ. ഞാനേ വഴക്ക് വന്ന് വന്നതല്ല, ഒരു കേസ് ഉണ്ടായിരുന്നു, അത് വക്കീലിനൊന്ന് കൊടുക്കാൻ വന്ന. എന്നോടൊന്നും തോന്നില്ല. എനിക്ക് സ്വാഭാവിക എൻ്റെ കക്ഷിയിലൂടെ അല്ലേ നിൽക്കാൻ കഴിയുള്ളൂ. വേറെ നന്ദി ഉള്ളൂ. അതിനൊന്നുമില്ല. എനിക്കൊരു കേസ് കൊടുക്കാനുണ്ടായിരുന്നു. കേസെന്ന് വെച്ചാൽ കുറച്ച് കാലം പഴയതാണ്. എനിക്കൊന്ന് പ്രായം ഒരു 16-17 വയസ്സ്. ഞാൻ അന്നൊരു ആളുമായിട്ട് പ്രണയത്തിലായിരുന്നു. എന്നെക്കാട്ടിലും പ്രായം കൂടുതലുള്ള ആളായിരുന്നു. പറ്റിപ്പോയതാ. പ്രായത്തിന് വിവരമില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയി. അയാൾ എന്നെ പറ്റിച്ചു പോയി. എന്തു പറയാനാ? ചേച്ചി, ഇത് ബാല വിടുന്നല്ലേ? പോസ്കോ ജയിലിട്ട് ഞാനും വെളിവരില്ല. ചേച്ചി അവിടെ പേരും അഡ്രസ്സും പറഞ്ഞേ, ഞാൻ എഴുതി തീർക്കട്ടെ. ഇപ്പോഴത്തെ അഡ്രസ്സ് വേണോ പണ്ടത്തെ അഡ്രസ്സ് വേണോ? ഇപ്പോഴത്തെ അഡ്രസ്സ് തന്നെ ആയിക്കോട്ടെ. കൃത്യമായിട്ട് ഇപ്പോഴത്തെ അഡ്രസ്സ് വേണമെങ്കിൽ ഇത് ഈ ഗോപിച്ചേട്ടൻ അറിയാം. ഗോപിച്ചേട്ടൻ ആരും അറിയില്ലെങ്കിലും ഗോപിച്ചേട്ടൻ അറിയാമല്ലോ. അതെന്താ സുമ ചേച്ചി അങ്ങനെ പറഞ്ഞത്?
ഞാൻ പറഞ്ഞ ആളെ ഈ ഗോപിച്ചേട്ടനാ. ഈ കേസോടുകൂടി നീ പ്രശസ്തനാവുകയും ചെയ്യും, ഗോപിച്ചേട്ടന്റെ മോളെ കല്യാണം കഴിക്കാനും പറ്റും. അപ്പൊ എങ്ങനെയാ ഗോപിച്ചേട്ടാ, നമുക്ക് ഈ കേസ് എടുത്താലോ?